നിലാക്കീറിലേക്ക് സ്വാഗതം. ഭീമാകാരമായ ഒരു മാർബിൾ കല്ലിൽ ഒരു ശില്പി പണിയെടുക്കുകയായിരുന്നു. ഒരാൾ ഇടയ്ക്കിടെ വന്ന് അതിലേക്ക് ഉറ്റുനോക്കി നിൽക്കുമായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്കൊരു ഊഹവും കിട്ടിയില്ല. അങ്ങനെയാണ് അയാൾ ശില്പിയോട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചത്. ഞാൻ ഈ മാർബിൾ കല്ലിൽ എൻ്റെ മാസ്റ്റർ പീസായ ഒരു മാലാഖയുടെ രൂപം കൊത്തിയെടുക്കുകയാണ് എന്നായിരുന്നു ശില്പിയുടെ മറുപടി. ഇത്ര രൂപരഹിതമായ മാർബിൾ കല്ലിൽ എങ്ങനെയാണ് ഒരു മാലാഖയെ കാണുന്നത് എന്നായി അയാളുടെ ചോദ്യം. അപ്പോൾ ശില്പിയുടെ മറുപടി എങ്ങനെയായിരുന്നു? ഒരു മാലാഖ ഇതിനുള്ളിൽ പണ്ടേ ഉണ്ട്. അതിനു ചേരാത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രം അല്പാൽപമായി ഞാൻ ചെത്തിക്കളയുന്നു എന്നേയുള്ളൂ. ഈ കഥ ദൈവത്തിൻ്റെ അമ്മയായി മാറിയ മറിയത്തിൻ്റെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ദൈവം ഒരു ശില്പിയെപ്പോലെ ഘട്ടം ഘട്ടമായി മറിയത്തിൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ഓരോ ഘട്ടവും ദൈവിക പദ്ധതി എന്തെന്ന് മനസ്സിലാക്കാനും ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടാനും മറിയത്തെ സഹായിക്കുകയും ചെയ്തു. വർഷാരംഭ ദിനമായ ഇന്ന് ദൈവമാതൃത്വത്തിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ അമ്മ മേരി ദൈവത്തിൻ്റെ മാസ്റ്റർ വർക്കായി മാറിയ പ്രക്രിയ എന്തായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, വിശ്വാസത്തിൻ്റെ ബലത്തിൽ നടത്തിയതായിരുന്നു മറിയത്തിൻ്റെ സമർപ്പണം. ഗബ്രിയേൽ മാലാഖയോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് മറിയം എന്ന പെൺകുട്ടിക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ചെത്തിമിനുക്കലുകൾക്കൊടുവിൽ എന്തായി തീരുമെന്നറിയാത്ത ഒരു മാർബിൾ ശില പോലെ തൻ്റെ ജീവിതം എവിടെ എത്തിച്ചേരുമെന്ന് മറിയത്തിന് അറിയുമായിരുന്നില്ല. എങ്കിലും അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറയാൻ മറിയത്തിന് കഴിഞ്ഞു. മറിയത്തിൻ്റെ ഉള്ളിൽ ഉയർന്ന ചോദ്യങ്ങളെ ആശ്വസിപ്പിക്കാൻ മറിയത്തിന് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും തൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്നതിലും ഉപരിയാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് വിശ്വസിക്കാൻ മറിയത്തിന് കഴിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതത്തിലും ഒരു ഉറപ്പുമില്ലാത്ത ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയോ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയോ ചെയ്യും. എങ്കിലും ദൈവം എന്നെ ഏറ്റവും മികവുറ്റ ഒരു ശില്പമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കാനോ ഇതാ ദൈവമേ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാനോ ഉള്ള വിശ്വാസത്തിൻ്റെ ബലം എനിക്കുണ്ടായിരിക്കുമോ? രണ്ടാമത്തെ ഘട്ടം ദൈവിക പദ്ധതി വെളിപ്പെടുന്നതുവരെ മറിയം ക്ഷമയോടെ കാത്തിരുന്നു എന്നതാണ്. പുൽത്തൊഴുത്തിൽ ജ്ഞാനികൾ എത്തുകയും ഉണ്ണിയെ കണ്ടു വണങ്ങുകയും ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് മറിയത്തിന് അല്പം പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. എങ്കിലും മറിയം അതിലൂടെ നിറവേറ്റപ്പെടുന്ന ദൈവിക പദ്ധതി എന്തെന്ന് വെളിപ്പെടാനായി സംഭവിക്കുന്നതൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ കാത്തിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ചില നേരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. അപ്പോൾ മറിയത്തെപ്പോലെ അതിനു പിന്നിലെ ദൈവിക പദ്ധതി വെളിപ്പെടും വരെ കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കുണ്ടാകുമോ? മൂന്നാമത്തെ ഘട്ടം, അല്ലെങ്കിൽ എടുത്തു പറയാവുന്ന ഒരു മൂന്നാമത്തെ നിമിഷം എന്നത് മറിയം ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിൻ്റെ അമ്മ എന്ന പദവിയിലേക്ക് എത്തിപ്പെടുകയായിരുന്നില്ല എന്നുള്ളതാണ്. മറിയം ദൈവത്തിൻ്റെ അമ്മ എന്ന പദവിയിലേക്ക് വളരുകയായിരുന്നു. യേശുവിനെ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ അനുഗമിക്കുമ്പോഴാണ് മറിയത്തിന് തൻ്റെ വിളിയുടെ ആഴം മനസ്സിലായത്. യേശുവിൻ്റെ പിറവിയുടെ നേരത്ത് സർവ്വതും ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്ന മറിയം കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അവൻ പറയുന്നത് കേൾക്കുവിൻ എന്ന് പറയുന്നത് കേൾക്കാം. നിശബ്ദമായ ധ്യാനത്തിനു ശേഷം ദൈവിക പദ്ധതിയിൽ ഇടപെട്ടു തുടങ്ങുന്ന മറിയത്തെയാണ്, പങ്കെടുക്കുന്ന മറിയത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഈ വളർച്ച സംഭവിക്കണം. കാരണം നമ്മുടെ വിളി എല്ലാ കാലവും ഒരു കാണിയെപ്പോലെ നോക്കിയിരിക്കാനല്ലല്ലോ, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരാനാണ്. എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എന്തെങ്കിലും വളർച്ച സംഭവിക്കുന്നുണ്ടായിരിക്കുമോ? നാലാമത്തെ എടുത്തു പറയേണ്ടുന്ന ഒരു സംഗതി, സഹനത്തിലും ഉലയാത്ത വിശ്വാസം മറിയത്തിനുണ്ടായിരുന്നു എന്നതാണ്. യേശുവിൻ്റെ കുരിശിൻ ചുവട് മറിയം നേരിട്ട കഠിന പരീക്ഷയായിരുന്നു. അതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മറിയത്തിന് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഉൾക്കൊള്ളാൻ മറിയം വല്ലാതെ പാടുപെട്ട് കാണും. എന്നാൽ സഹനത്തിലൂടെയും ദൈവം നന്മ കണ്ടുവരുമെന്ന് വിശ്വസിക്കാൻ മറിയത്തിന് കഴിഞ്ഞിരിക്കണം. കടുത്ത വേദനയുടെ, നഷ്ടങ്ങളുടെ നേരങ്ങളിലും
ദൈവം അതൊക്കെയും നന്മയായി മാറ്റുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമായിരിക്കുമോ? അഞ്ചാമത്തേത്, ദൈവിക പദ്ധതിയോട് മറിയം പൂർണ്ണമായി സഹകരിച്ചു എന്നതാണ്. യേശുവിൻ്റെ ഉയിർപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം ശിഷ്യന്മാരോടൊപ്പം സെഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവിനായി കാത്തിരിക്കുമ്പോൾ യേശുവിൽ ആരംഭിച്ച ദൈവിക പദ്ധതി പൂർത്തിയാക്കപ്പെടുന്നത് അതിന് മറിയം സാക്ഷ്യം വഹിക്കുകയായിരുന്നു. മറിയം ദൈവത്തിൻ്റെ പദ്ധതിയോട് പരിപൂർണമായും സഹകരിച്ചു എന്ന് പറയാം. ആദ്യം പറഞ്ഞ കഥ പോലെ മറിയം ദൈവം രൂപപ്പെടുത്തിയ മനോഹരമായ ശില്പമായിരുന്നു. അത് പരിപൂർണതയിൽ സംഭവിക്കാൻ മറിയം ദൈവത്തെ അനുവദിച്ചു. 1 വർഷം നമ്മെ കടന്നുപോയി. മറിയത്തിൻ്റെ ജീവിതത്തിനരികിൽ നിൽക്കുമ്പോൾ മറിയത്തിൻ്റെ മനോഭാവങ്ങളിൽ എന്തെങ്കിലും എനിക്കുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ ദൈവത്തെ അനുവദിച്ചിട്ടുണ്ടോ? അതോ എൻ്റെ പദ്ധതികൾ ഏറ്റെടുക്കാൻ ദൈവത്തെ നിർബന്ധിക്കുകയായിരുന്നു? ഒന്നോർക്കണം, മറിയമാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. മറിയത്തെപ്പോലെ ദൈവത്തിൻ്റെ അമ്മയാവാൻ, ദൈവത്തിൻ്റെ മകനാകാൻ, മകളാവാൻ, സഹോദരനാകാൻ, ദൈവത്തിൻ്റെ ചങ്ങാതിയാകാൻ, അങ്ങനെ പലതുമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രാർത്ഥിക്കാം. ഈശോയെ, അമ്മ മറിയത്തെപ്പോലെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാനും ദൈവിക പദ്ധതിക്കായി ജീവിതം സമർപ്പിക്കാനും എന്നെ സഹായിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.